പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. 2020 നവംബർ 1 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. ശാന്ത രംഗസ്വാമി. നവംബർ 2 കർണാടക സംസ്ഥാന സർക്കാർ 2019 ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നൽകുന്ന വ്യക്തിയാണ് ശാന്ത രംഗസ്വാമി. ആദ്യത്തെ ഇന്ത്യ വനിതാ ടീം ടെസ്റ്റ് ക്യാപ്റ്റനും അർജുന അവാർഡ് നേടിയ ശാന്ത രംഗസ്വാമി പ്രയത്നം കൊണ്ട് മാത്രമാണ് ഈ ഒരു നിലയിൽ എത്തിയതും ഇപ്പോഴും അംഗീകാരം ലഭിച്ചതും. ഏതൊരു എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തി പ്രയത്നം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ സബ്ജക്ട്സ് അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് എക്സാമുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇവിടെ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്ന് നവംബർ 1 കേരള പിറവി. നവംബർ 1 മറ്റു സംസ്ഥാനങ്ങൾ ഫോം ചെയ്തിട്ടുള്ളത് ഇവയെല്ലാം: ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരള, മധ്യപ്രദേശ്, കർണാടക 1956 നവംബർ 1-നും, ഹരിയാന, പഞ്ചാബ് 1966-നും, ഛത്തീസ്ഗഡ് 2000 നവംബർ 1-നും. What is the name of the booklet released as part of the observance of the 64th Kerala Formation Day by Kerala Bank on 30th October 2020? 2020 ഒക്ടോബർ 30 കേരള ബാങ്ക് 64ാമത്തെ കേരള രൂപീകരണ ദിനം ആചരിക്കുന്നതിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ ലഘുലേഖയുടെ പേരെന്താണ്? കേരള ബാങ്ക് റീ ഇമാജിനിങ് പീപ്പിൾസ് ബാങ്കിങ്. 2020 ഒക്ടോബർ 30 ടൂറിസം മിനിസ്റ്റർ കടകംപള്ളി സുരേന്ദ്രനാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. The country's first seaplane service between the Statue of Unity near Kevadia and the Sabarmati riverfront is provided by which airline? കവാഡിക്കടുത്തുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റിയും സബർമതി നദീതീരവും തമ്മിലുള്ള രാജ്യത്തെ ആദ്യത്തെ സീപ്ലെയിൻ സേവനം ഏത് വിമാന കമ്പനിയാണ് നൽകുന്നത്? സ്പൈസ് ജെറ്റ്. ട്വിൻ എൻജിൻ ഉള്ള ഓട്ടർ വിമാനമാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് മാൽദീവ്സ് ഐലൻഡ് ഏവിയേഷൻ സർവീസിനാണ് സ്പൈസ് ജെറ്റ് ലീസിന് എടുത്തിട്ടുള്ളതും. ഈ വിമാനം ആദ്യമായി പറപ്പിച്ചത് 1971 ജൂലൈ 14 Which land act in J&K decided by the government to put into null and void and to retrieve the land within 6 months? ജമ്മു കാശ്മീരിലെ ഏത് ഭൂമി നിയമമാണ് അസാധുവാക്കാനും 6 മാസത്തിനുള്ളിൽ ഭൂമി വീണ്ടെടുക്കാനും സർക്കാർ തീരുമാനിച്ചത്? J&K State Land Act 2001, also known as the റോഷ്നി ആക്ട്. റോഷ്നി ആക്ട് എന്ന പേരിലും അറിയപ്പെടുന്ന J&K സ്റ്റേറ്റ് ലാൻഡ് ആക്ട് 2001. ഈ ആക്ട് പിൻവലിക്കാനും അതേപോലെ തന്നെ ഏതാണ്ട് 20 ലക്ഷം കനാൽസ് ഇതിൻ്റെ ഓണർഷിപ്പ് മറ്റുള്ളവർ കൊടുത്തിരുന്നു, അത് പിൻവലിക്കാനും 6 മാസത്തിനുള്ളിൽ തിരിച്ചു പിടിക്കാനുള്ള ഓർഡറാണ് ഇപ്പോൾ ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുള്ളത്. The unit run canteens of the armed forces will stop to sell 422 directly imported items following an order from the Defense Ministry in support of which program? ഏത് പരിപാടി പിന്തുണച്ച് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഉത്തരവിനെ തുടർന്ന് സായുധ സേനയുടെ യൂണിറ്റ് റൺ ക്യാൻറ്റീനുകൾ URC നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന 422 വസ്തുക്കൾ വിൽക്കുന്നത് നിർത്തും? ആത്മനിർഭർ ഭാരത്. ആത്മനിർഭർ ഭാരത് പ്രകാരം 422 ഫോറിൻ ഐറ്റംസ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അത് ഇനി ക്യാൻറ്റീൻ വഴിയുള്ള വിൽപ്പന നിർത്തും. CSDക്ക് 34 ഡിപ്പോട്ട്സ് ആണ് ഉള്ളത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഏഷ്യസ് മോസ്റ്റ് പവർഫുൾ ടൈഫൂൺ ഓഫ് ദ ഇയർ 2020 which hit the Philippines on 31st October 2020? 2020 ഒക്ടോബർ 31 ഫിലിപ്പൈൻസിൽ ആഞ്ഞടിച്ച ഏഷ്യയിലെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റിൻ്റെ പേര് എന്താണ്?
ടൈഫൂൺ ഗോണി. Who all won the gold in the first edition of the Alexis Vastain International Boxing Tournament in Nantes, France? ഫ്രാൻസിലെ നാൻറ്റസിൽ നടന്ന അലക്സിസ് വാസ്റ്റൈൻ ഇൻ്റർനാഷണൽ ബോക്സിംഗ് ടൂർണമെൻറ്റിൻ്റെ ആദ്യ പതിപ്പിൽ ആരെല്ലാം ആണ് സ്വർണം നേടിയത്? അമിത് പൻഗാൽ 52 kg ആൻഡ് സഞ്ജിത്ത് 91 kg. ഈ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ അമിത് പൻഗാൽ സഞ്ജിത്തും സ്വർണം നേടി. കൂടാതെ ആശിഷ് കുമാർ സ്വർണം നേടി. അമേരിക്കൻ ജോസഫ് ജെറോം ഹിക്സ് പരിക്കിനെ തുടർന്ന് ആശിഷ് കുമാറിന് വിജയിക്കാൻ സാധിച്ചു. അതേമാതിരി കവീന്ദർ സിംഗ് ബിഷ്ടിന് ഇതേ മത്സരത്തിൽ 57 കിലോഗ്രാം വെയ്റ്റിൽ വെള്ളിയും നേടി. ഓൺ വിച്ച് ഒക്കേഷൻ യൂണിയൻ സ്പോർട്സ് മിനിസ്റ്റർ ശ്രീ കിരൺ റിജിജു ഫ്ലാഗ്ഡ് ഓഫ് ദി 200 കിലോമീറ്റർ ലോങ് ഫിറ്റ് ഇന്ത്യ വാക്കത്തോൺ ഓൺ ഒക്ടോബർ 31. ഏത് അവസരത്തിലാണ് ഒക്ടോബർ 31 കേന്ദ്ര കായിക മന്ത്രി ശ്രീ കിരൺ റിജിജു 200 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫിറ്റ് ഇന്ത്യ വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തത്? നാഷണൽ യൂണിറ്റി ഡേ. നാഷണൽ യൂണിറ്റി ഡേ എന്നാണ് ഫിറ്റ് ഇന്ത്യ വാക്കത്തോൺ ജയ്സൽമേറിന്ന് യൂണിയൻ സ്പോർട്സ് മിനിസ്റ്റർ ശ്രീ കിരൺ റിജിജു ഫ്ലാഗ് ഓഫ് ചെയ്തത്. Who will be the recipient of the Lifetime Achievement Award for 2019 by the Karnataka State Government on November 2, 2020? നവംബർ 2 കർണാടക സംസ്ഥാന സർക്കാർ 2019 ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശാന്ത രംഗസ്വാമി. ശാന്ത രംഗസ്വാമി വിമൻസ് ടെസ്റ്റ് ടീമിൻ്റെ ആദ്യത്തെ ക്യാപ്റ്റനും അർജുന അവാർഡ് നേടിയ വ്യക്തിയും തൻ്റെ ആദ്യത്തെ മത്സരം 1976 ഒക്ടോബറിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചു. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ് ആണ് അപ്ഡേറ്റ് ചെയ്തത്. ഓരോ പ്രാവശ്യം നമ്മൾ ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും പരീക്ഷകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.